തമിഴ്നാട്ടിലെ മധുരയിൽ നടന്ന CPIM 24ാം പാർട്ടി കോൺഗ്രസിൽ വെച്ച് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട KS സലീഖയ്ക്ക് CPIM ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ KS സലീഖ, ഏരിയ സെക്രട്ടറി K ജയദേവൻ, MLA K പ്രേംകുമാർ, K ശ്രീധരൻ മാസ്റ്റർ, P അരവിന്ദാക്ഷൻ മാസ്റ്റർ, AK ഷീലാദേവി, ലോക്കൽ സെക്രട്ടറി B രാജേഷ് എന്നിവർ സംസാരിച്ചു. 1991 പാർട്ടി മെമ്പർഷിപ്പിൽ വന്നു. മാഷോട് പറഞ്ഞ പോലെ 79 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നോ എന്താണ് CPMന്റെ ആശയമെന്നോ എനിക്കറിയില്ല. അതിനുള്ള അവസരം എനിക്കുണ്ടായിട്ടില്ല. തികച്ചും യാഥാസ്ഥിതിക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പർലി അറബി കോളേജിൽ 2 വർഷം വിദ്യാഭ്യാസം നടത്തിയത്. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഏതാണ്ട് 17 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും വിവാഹത്തെ കുറിച്ചാണ് ആലോചിക്കുന്നത്. നമുക്കൊന്നും എതിർക്കാൻ പോലും കഴിയാത്തൊരു കാലം. ഏതായാലും 1979 വിവാഹം നടന്നു. വിവാഹം നടന്നതിന് ശേഷമാണ് പിന്നീട് പാർട്ടിയെ കുറിച്ച് പഠിപ്പിക്കാനാണ് മൂപ്പർ ആദ്യം ശ്രമിച്ചത്, മറ്റെന്തിനേക്കാളും അപ്പുറം. കാരണം ബ്രാഞ്ച് കമ്മിറ്റിക്ക് ബ്രാഞ്ചിന് ആഫീസില്ല, ലോക്കൽ കമ്മിറ്റിക്ക് ആഫീസ് ഇല്ലാത്തൊരു കാലം ഞാൻ വരുമ്പോൾ വീട്ടിലാണ് കമ്മിറ്റികൾ ചെയ്യുക. അതൊരു എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കമായിരുന്നു, രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ. അവിടെ നിന്നാണ് തുടക്കം. പിന്നെ വായിക്കാൻ കടുകട്ടിയുള്ള പുസ്തകങ്ങളാണ് പാർട്ടിയുടെ പുസ്തകങ്ങൾ എന്ന് ആദ്യം പഠിക്കുന്നവർക്ക് തോന്നും. അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് വായിപ്പിക്കുക. വായിക്കാൻ പഠിച്ചാൽ ഉറക്കം വരുന്നത് വരെ മൂപ്പരിരുന്ന് വായിക്കും, ഞാനത് കേട്ടോളും. അതായിരുന്നു എൻ്റെ അന്നത്തെ ഒരു സാഹചര്യം. പിന്നീട് കടമ്പഴിപ്പുറം സർവീസ് ബാങ്കിലേക്ക് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ എങ്ങനെ ഇതിനൊക്കെ ഞാൻ തരണം ചെയ്യും എന്നുള്ള ഭയപ്പാട് എനിക്കുണ്ടായി. എന്തായാലും അത്തരം സമ്മർദ്ദത്തിന് വഴങ്ങി ഞാൻ ആദ്യം കോപ്പറേറ്റീവ് ബാങ്കിൽ പൊതുരംഗത്തേക്ക് കടന്നു വന്നു. 85 ആകുമ്പോഴേക്കും മഹിളാ അസോസിയേഷന്റെ മെമ്പർഷിപ്പും അതിന്റെ ഒരു യൂണിറ്റിന്റെ സെക്രട്ടറി എന്ന നിലയിലുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ്. പക്ഷെ ഞാൻ അന്താളിച്ചൊരു സമയം ഉണ്ടായിരുന്നു 2003 ശേഷം. അതിനെനിക്ക് എൻ്റെ പാർട്ടി വലിയ പിന്തുണ തന്നത്. കാരണം അതിന്റെ പ്രയാസം ഞാൻ നേരിട്ടത് അപ്പോഴാണ്. എങ്ങനെയാണ് ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ, ഒരു മുസ്ലിം കുടുംബത്തിലെ സ്ത്രീക്ക് പൊതുരംഗത്ത് വരാനുള്ള തടസ്സങ്ങൾ എന്ത് എന്ന് മനസ്സിലായി. ഇപ്പോ നമുക്കതിനെ അതിജീവിച്ചൊക്കെ മുന്നോട്ട് പോകാനുള്ള കരുത്തൊക്കെ ഞാൻ ആർജിച്ചു. ഇനി ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല എന്ന തിട്ടൂരങ്ങളായിരുന്നു വന്നത്. പക്ഷെ എൻ്റെ മക്കള് ശക്തമായ പിന്തുണയാണ് നൽകിയത്. ഒരു കാരണവശാലും വീട്ടിലിരിക്കാൻ പാടില്ല എന്ന പിന്തുണ അവരുടെ ഉണ്ടായി. പിന്നെ ഇന്നെനിക്ക് വേറൊന്നും നോക്കേണ്ടതില്ല. ഭർത്താവ് മരിച്ചാൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഒന്ന് കാണാൻ പോലും, ആ സ്ത്രീയെ ഒന്ന് കാണാൻ പോലും മറ്റുള്ളവർക്ക് പറ്റില്ല. അത്തരം സാഹചര്യത്തെയൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോഴും ഒരുപാട് പിന്നീട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോ ഞാനിവിടെ എത്തി നിൽക്കുന്നത് ഏറെ അഭിമാനത്തിലാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, പല സ്ഥാനങ്ങളും പാർട്ടി അന്ന് മുതൽ തുടർച്ച മുതൽ ഇന്ന് വരെ നൽകിയിട്ടുണ്ട്. 95 ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യത്തെ പ്രസിഡന്റായി വന്നു. പിന്നീട് ജില്ലാ പഞ്ചായത്തിലും തെരഞ്ഞെടുപ്പ് മത്സരിച്ചു വന്നു. സത്യം പറഞ്ഞാൽ ഒരു അന്താളിപ്പ് നമ്മളെ സംബന്ധിച്ചുണ്ടാവും. കാരണം അടിത്തറയിൽ ഇതങ്ങനെ പഠിച്ചു വരാത്ത ഒരാൾ എന്ന നിലയിൽ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ എനിക്ക് ഊർജം തന്നത് അദ്ദേഹമാണ്. അതിന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു എന്നോട്, പാർട്ടി തരുന്ന സ്ഥാനമാനങ്ങൾ അലങ്കാരമല്ല, അത് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ് എന്ന ബോധ്യം ഉണ്ടായാൽ മതി എന്നൊരു വാക്ക് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു വാചകം.